ബംഗ്ലാദേശിലെ ഇത്രയും അതിക്രൂരമായിട്ടുള്ള ഈ വംശഹത്യയെക്കുറിച്ച് നിങ്ങൾക്കൊന്നും പ്രതികരിക്കാനില്ലേ എന്ന് പറഞ്ഞപ്പോൾ എഴുന്നേറ്റ് നിന്ന് തിരിഞ്ഞു നടക്കുമ്പോൾ അയാൾ ചിരിക്കുകയായിരുന്നു. അതെ, അത് ചോദിച്ച പത്രപ്രവർത്തകന്റെ തെറ്റാണ്. ഞാൻ പറയുന്നത് അത് KC വേണുഗോപാലിന്റെ തെറ്റല്ല, അത് ചോദിച്ച പത്രപ്രവർത്തകന്റെ തെറ്റായിരുന്നു. കാരണം ബംഗ്ലാദേശ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ നടക്കുന്ന ന്യൂനപക്ഷ ധ്വംസനത്തിനെതിരായിട്ട് ധാക്ക തെരുവുകളെ പ്രകമ്പനം സൃഷ്ടിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രകടനം നിരവധി പ്രാവശ്യം നടത്തിയിട്ടുണ്ട്. CPM ഹിന്ദു സന്യാസിമാരെ കൊന്നതിനെ കുറിച്ചിട്ട്, കൊൽക്കത്തയിലിട്ട് കൊന്നതിനെ കുറിച്ചിട്ട് ചുമ്മാ നിങ്ങളൊന്ന് നോക്കിയാൽ മാത്രം മതിയെന്നേ. പിന്നെ ഈ കൊലപാതകങ്ങളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒസാമ ബിൻ ലാദനും അൽ ഖ്വയ്ദയ്ക്കും ഐസിസിനും ബോക്കോ ഹറാമിനും ഒക്കെ തല കുനിച്ച് നാണിച്ച് നിൽക്കേണ്ടി വരുന്ന ഒരാശയം ലോകത്തിലുണ്ടെന്നുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസം മാത്രമേ ഉള്ളൂ സഖാവേ. ഭഗവാനെ, അനീതിയുടെ ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഒക്കെ സൗകര്യം പോലെ നേരിട്ട് വന്ന് ബോധ്യപ്പെടുത്തിക്കൊള്ളാം. അഡ്വാൻസ് ആയിട്ട് ഇതിരിക്കട്ടെ. ഇവിടെ A.A. റഹീം കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഭാഷ അറിഞ്ഞുകൂടാത്തതല്ല പ്രശ്നം, ലോകത്തെല്ലാ ഭാഗങ്ങളിലും ദൈന്യത അനുഭവിക്കുന്ന, നീതി നിഷേധം നേരിടുന്ന മനുഷ്യരുടെ ഭാഷ ഒന്നാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ബംഗ്ലാദേശിൽ ഉൾപ്പെടെ ഹൈന്ദവരാണ് ആക്രമിക്കപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ, അല്ല വേട്ടക്കാരൊരു പ്രത്യേക വിഭാഗത്തിൽ പെടുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ, അവിടുത്തെ നിലവിളികൾക്ക് ഇവർക്ക് മനസ്സിലാകാത്തൊരു ഭാഷയാണ് എന്നുള്ളതാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ റഹീമിനെന്നല്ല ആർക്കും തന്നെ, ഇടതുപക്ഷക്കാർക്ക് ആർക്കും തന്നെ ഒരു തരത്തിലുള്ള കാഴ്ചകളോ കരച്ചിലുകളോ ഒന്നും തന്നെ കേൾക്കേണ്ടതില്ല, അല്ലെങ്കിൽ മനസ്സിലാകേണ്ടതില്ല എന്ന് പറയുന്നതാണ് നമ്മൾ കുറച്ച് നാളുകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ, ഈ ലോകത്തിന്റെ ഒരു പോക്കേ. നമ്മളൊന്ന് നോക്കണം, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ബംഗ്ലാദേശിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 24 മണിക്കൂറിനിടയിൽ 2 ചെറുപ്പക്കാരാണ് അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. മോണി ചക്രവർത്തി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു ബിസിനസ് സ്ഥാപനം നടത്തുന്ന ആളായിരുന്നു. അദ്ദേഹത്തെ വിളിച്ചിറക്കി, കടയിൽ നിന്ന് വിളിച്ചിറക്കി അതിക്രൂരമായിട്ട് മൂർച്ചയേറിയ ആയുധങ്ങൾ കൊണ്ട് ശരീരത്തിൽ നിറയെ മുറിപ്പാടുകൾ ഉണ്ടാക്കി പീഡിപ്പിച്ച് അദ്ദേഹം സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അതിൻ്റെയും ഒരു 24 മണിക്കൂർ മുമ്പ് റാണ പ്രതാപ് എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകനാണ്. ആ പത്രപ്രവർത്തകനെയും ഏതാണ്ട് സമാനമായ സാഹചര്യത്തിൽ തന്നെ ഈ ആൾക്കൂട്ടം തല്ലിക്കൊല്ലുന്ന സാഹചര്യം ഉണ്ടായി. KC വേണുഗോപാല് ആ പത്രസമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഒരു മാധ്യമപ്രവർത്തകൻ ചോദ്യം ചോദിക്കാൻ പോകുമ്പോൾ പാടില്ല, ഞങ്ങൾ പറയുന്നതിനെ പറ്റി മാത്രം ചോദിച്ചാൽ മതി, ബംഗ്ലാദേശിലെ ഇത്രയും അതിക്രൂരമായിട്ടുള്ള ഈ വംശഹത്യയെക്കുറിച്ച് നിങ്ങൾക്കൊന്നും പ്രതികരിക്കാനില്ലേ എന്ന് പറഞ്ഞപ്പോൾ എഴുന്നേറ്റ് നിന്ന് തിരിഞ്ഞു നടക്കുമ്പോൾ അയാൾ ചിരിക്കുകയായിരുന്നു. അതെ, അത് ചോദിച്ച പത്രപ്രവർത്തകന്റെ തെറ്റാണ്. ഞാൻ പറയുന്നത് അത് KC വേണുഗോപാലിന്റെ തെറ്റല്ല, അത് ചോദിച്ച പത്രപ്രവർത്തകന്റെ തെറ്റായിരുന്നു. കാരണം അദ്ദേഹം ചോദിക്കേണ്ടിയിരുന്നത് പലസ്തീനെ കുറിച്ചിട്ടോ ഹമാസിലെ തീവ്രവാദികളുടെ മനുഷ്യാവകാശത്തെ കുറിച്ചോ ഒക്കെ ചോദിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ KC വേണുഗോപാൽ കരഞ്ഞുകൊണ്ട് മറുപടി പറഞ്ഞായിരുന്നു. നിങ്ങൾ ചോദിച്ചത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ കൊല്ലപ്പെടുന്നതിനെ കുറിച്ചിട്ടാണ്, ആ ഹിന്ദുക്കൾ ഒരു പ്രത്യേക മതവിഭാഗത്തിലുള്ള ആൾക്കാർ വട്ടം കൂടി നിന്ന് കൊല ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും KC വേണുഗോപാൽ ചിരിച്ചുകൊണ്ട് മാത്രമേ മറുപടി പറയുള്ളൂ. നിങ്ങൾ ചോദിക്കേണ്ടിയിരുന്നത് ഹമാസിലെ തീവ്രവാദികളെ കുറിച്ചിട്ടും ആ തീവ്രവാദികളുടെ മനുഷ്യാവകാശത്തെ കുറിച്ചിട്ടും ആ തീവ്രവാദികളുടെ മനുഷ്യാവകാശം ലംഘിക്കപ്പെടുന്നതിനെ കുറിച്ചിട്ടും ഒക്കെയാണ് നിങ്ങൾ ചോദിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും KC വേണുഗോപാലും ജയറാം രമേശും ഒക്കെ കരഞ്ഞുകൊണ്ട് മറുപടി പറഞ്ഞാൽ ചോദിച്ച പത്രപ്രവർത്തകന്റെ കുറ്റമാണ്. അത് ഇന്ത്യയിലായിപ്പോയി, അല്ല ബംഗ്ലാദേശിൽ വല്ലതും ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ തല്ലിക്കൊല്ലാമായിരുന്നു. ഒരു തന്ത്രപരമായ മൗനത്തിലേക്ക് ഇടതും വലതും പോകുന്നത്, ഒരക്ഷരം പ്രതികരിക്കുന്നില്ല. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ എനിക്കും വളരെ അടുത്ത് പരിചയമുള്ള ഒരു പ്രമുഖ CPM നേതാവാണ്. എവിടെ എന്തെങ്കിലുമൊക്കെ മാനവികത ഇല്ലാത്ത എന്തെങ്കിലുമൊക്കെ നടന്നു കഴിഞ്ഞാൽ അപ്പം ഫേസ്ബുക്ക് വാളിൽ പ്രതികരിക്കുന്ന ആ മനുഷ്യൻ ഒരൊറ്റ അക്ഷരം ബംഗ്ലാദേശ് വിഷയം ഒന്ന് അഡ്രസ് ചെയ്തിട്ടില്ല. ആരും. എന്തുകൊണ്ടാണ്? ബംഗ്ലാദേശ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ നടക്കുന്ന ന്യൂനപക്ഷ ധ്വംസനത്തിനെതിരായിട്ട് ധാക്ക തെരുവുകളെ പ്രകമ്പനം സൃഷ്ടിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രകടനം നിരവധി പ്രാവശ്യം നടത്തിയിട്ടുണ്ട്. രാജ്യത്തും വിദേശത്തുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇത്തരം വിഷയങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ള മനുഷ്യത്വപരമായ നിലപാട് ലോക പ്രശംസ നേടിയിട്ടുള്ളതാണ്. ഈ കൈ കൊണ്ട് ഇങ്ങനെ തള്ളി അതുമായിട്ട് ഞാൻ പറയുന്നു, ലോകത്തിലെ ഏറ്റവും നല്ല ഭരണഘടനയും ഏറ്റവും നല്ല നീതിന്യായ വ്യവസ്ഥയും ഏറ്റവും നല്ല ഭരണ സംവിധാനവും ഉണ്ട് എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തും നമ്മുടെ ഭരണഘടനയെയും നമ്മുടെ നിയമ
വ്യവസ്ഥയും ഒക്കെ അട്ടിമറിക്കപ്പെട്ടാൽ, മത തീവ്രവാദത്തിന് നമ്മൾ അടിമപ്പെട്ടാൽ, അത് ഭൂരിപക്ഷ തീവ്രവാദത്തിനായാലും ന്യൂനപക്ഷ തീവ്രവാദത്തിനായാലും അടിമപ്പെട്ടാൽ ഭാരതത്തെയും മഹത്തായ ഇന്ത്യയും ഒക്കെ കാത്തിരിക്കുന്നത് മറ്റൊരു ബംഗ്ലാദേശ് ആയിരിക്കുമെന്നുള്ള ശക്തമായ ഒരു സന്ദേശമാണ് ഇവിടെ നൽകുന്നത്. തീർച്ചയായും അത് അവന്റെ അഭ്യാസം ഈ ആരോമൽ ചേകവരോട് വേണ്ട എന്ന് പറഞ്ഞേക്കൂ. അങ്ങ് പറഞ്ഞു ഭരണഘടന വളരെ മികച്ച ഭരണഘടനയാണ്, ഏറ്റവും മികച്ച ഭരണഘടനയാണ്, ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഭരണഘടനയാണ്. ശരിയാണ് സാർ, ഇന്ത്യയിലെ ഭരണഘടന ഏറ്റവും മികച്ച ഭരണഘടനയാണ്, അല്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. ഭരണഘടന തയ്യാറാക്കിയ ഡോക്ടർ BR അംബേദ്കർ തന്നെ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമേ ഈ ഭരണഘടനയോട് പ്രശ്നമുള്ളൂ, ബാക്കി ആർക്കും ഇതിനോട് പ്രശ്നമില്ല. കാരണം ഇന്ത്യയിലെ ഭരണത്തിനെ എങ്ങനെയെങ്കിലും അട്ടിമറിച്ച് അവരുടെ ഏകാധിപത്യ സംവിധാനം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഭരണഘടന ഒരു വെല്ലുവിളിയാണ്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമാണ് ഈ ഭരണഘടനയോടുള്ളൊരു പ്രശ്നം എന്ന് അന്ന് വളരെ ഭംഗിയായിട്ട് ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? ഇന്ന് ശോഷിച്ച് ഒരു മൂലയ്ക്ക് ഒരു തരിയായിട്ട് ഒതുങ്ങി കഴിയുന്ന സമയത്ത് തൽക്കാലത്തേക്ക് നാണം മറച്ച് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭരണഘടന എടുത്ത് മുമ്പ് വെച്ചുകൊണ്ട് ഞങ്ങളാണ് ഇതിൻ്റെ സംരക്ഷകർ എന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്ന നിങ്ങളുടെ തനിക്കോണം ഇന്ത്യക്കാർക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇന്നൊരു മൂലയ്ക്ക് വന്ന് ഒതുങ്ങിക്കൂടി ഇരിക്കുന്നത് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾ കൊണ്ട് ഇരുത്തിയിരിക്കുന്നതെന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയണം. മനസ്സ് നിറഞ്ഞു തന്തയ്ക്ക് വിളിച്ച പോലത്തെ ഒരു സുഖം. ഈ മതവർഗീയത എന്നെ സംബന്ധിച്ച്, വർഗീയത അല്ലെങ്കിൽ തീവ്രവാദം എന്നുള്ളതിനെ സംബന്ധിച്ച് അതിന് മതമില്ല. ഒരു മതത്തിൻ്റെയും മതദർശനങ്ങളുമായിട്ട് അതിന് ബന്ധമില്ല. എല്ലാ മത തീവ്രവാദികളും മനുഷ്യത്വരഹിതരാണ്, ഹീനമായ പ്രവൃത്തികളുടെ വക്താക്കളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്തരക്കാരോട് പറയുവാനുള്ളത്, അത് ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി ആയാലും വേറെ എവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി ആയാലും താലിബാൻ ആയാലും നൈജീരിയയിലെ ബൊക്കാഹോമായാലും വിശ്വ ഹിന്ദു പരിഷത്തായാലും BJP ആയാലും പാവനമായ മതദർശനങ്ങളുടെ ശത്രുക്കളാണ് നിങ്ങൾ എന്നുള്ള കാര്യത്തിൽ BJP ഒക്കെയാണ്. പിന്നെ ഇവിടെ പറയുവാനുള്ളത് ഇത് തന്നെയാണ് പ്രശ്നം ശ്രീ ജലീൽ, ഇത് തന്നെയാണ് പ്രശ്നം. കൊള്ളാലോ നീ. നട റോട്ടിലിട്ട് തീ കൊളുത്തി കൊന്നത്. ഞാൻ കള്ളം പറയുന്നൊന്നുമല്ലല്ലോ. ആൾക്കാർക്ക് വെറുതെ ഒന്ന് ഗൂഗിളിൽ എടുത്തിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. CPM ഹിന്ദു സന്യാസിമാരെ കൊന്നതിനെ കുറിച്ചിട്ട്, കൊൽക്കത്തയിലിട്ട് കൊന്നതിനെ കുറിച്ചിട്ട് ചുമ്മാ നിങ്ങളൊന്ന് നോക്കിയാൽ മാത്രം മതി. 18 അനന്തമാർഗ സന്യാസിമാരെയാണ് പച്ചയ്ക്ക് നട റോട്ടിലിട്ട് നട്ടുച്ചയ്ക്ക് തീ കൊളുത്തി കൊന്ന പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. പിന്നെ ഈ കൊലപാതകങ്ങളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒസാമ ബിൻ ലാദനും അൽ ഖ്വയ്ദയ്ക്കും ISISനും ബോക്കോ ഹറാമിനും ഒക്കെ തല കുനിച്ച് നാണിച്ച് നിൽക്കേണ്ടി വരുന്ന ഒരാശയം ലോകത്തിലുണ്ടെന്നുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസം മാത്രമേ ഉള്ളൂ സഖാവേ, മറ്റൊന്നുമില്ല. കാരണം ഏതാണ്ട് 8 ചേർന്നിട്ട് ലോകത്ത് കൊന്നൊടുക്കിയിട്ടുള്ളത്. അങ്ങനെ കൊന്ന കണക്ക് നോക്കിയിരുന്നാലും ശരി തന്നെയാണ്, ഭീകരവാദ പ്രവർത്തനത്തിൻ്റെ തീവ്രത അളന്നു നോക്കിയിരുന്നാലും ശരി തന്നെയാണ്, നിങ്ങൾക്കൊപ്പം പകരം വയ്ക്കാൻ പറ്റുന്ന ഒരു ആശയവും ഒരു പ്രസ്ഥാനവും ലോകത്തിലില്ല. അതല്ല ഉദ്ദേശം. അദ്ദേഹം യജമാനേക്കാൾ രാജഭക്തി കാട്ടിക്കൊണ്ട് പറയുന്നു, മോഡി സർക്കാർ അതിർത്തി കടന്ന് ഇടപെടാത്തതിൽ ഞാൻ കുണ്ഠിതനാണ്. പൊന്നു സഹോദര, അതൊരു അയൽ രാജ്യമാണ്, സഹോദര രാജ്യമാണ്. ആ രാജ്യത്തെ ഇടപെടലുകൾക്ക് ഏതൊരു സർക്കാരിനും പരിമിതിയുണ്ട്. അയൽ രാജ്യത്ത് നടക്കുന്ന ഒരു സംവിധാനത്തിൽ ഇടപെടുന്നതിന് മോഡി സർക്കാരിനും രാജ്നാഥ് സിംഗിനും അതേ ഇടപെടൽ, അതേ പരിമിതി താങ്കൾ ഇതല്ലോ പറഞ്ഞ്. അന്ന് എവിടെ പോയി ഈ സാധനം? ജ്ഞാനം കൊണ്ടും പിന്നെ തന്നോടുള്ള വാത്സല്യം കൊണ്ടും പറയാണ്, ഇതിന് പരിഹാരം ഇല്ല, ഇറ്റ് ഈസ് ഇൻക്യൂറബിൾ. ഇങ്ങനെ ഇസ്രായേലിലേക്ക് ഇറാൻ മിസൈൽ അയച്ചപ്പോ ഇതായിരുന്നില്ലല്ലോ പറഞ്ഞ്. അല്ല, ഈ പാലസ്തീൻ ഒരു മുസ്ലിം വിഷയമാണെന്ന് താങ്കൾ പറയുന്നെങ്കിൽ മുസ്ലിങ്ങളോ ഇന്ത്യ മുസ്ലിം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല. മുസ്ലിം വിഷയമായിട്ടല്ല കാണുന്നത്. പലസ്തീൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഏറ്റവും ഒടുവിലെ ഐക്യരാഷ്ട്ര സഭയിൽ പോലും വോട്ട് ചെയ്ത രാജ്യമാണ് ഇന്ത്യ. BJP ഭരിക്കുന്ന ഇന്ത്യ. നിങ്ങൾ ഗാസയ്ക്ക് വേണ്ടി ചാടി വീണ നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? പലസ്തീനിലെ ക്രിസ്ത്യാനികളും പലസ്തീനിലെ കമ്മ്യൂണിസ്റ്റുകാരും മുസ്ലിങ്ങളും ഒന്നിച്ചൊന്നായിട്ടാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പ്രവർത്തിക്കുന്നത്. ഒരു നിമിഷം മറുപടി വേണം. യെസ് ശ്രീ ആരിഫ്. ഇവിടെ ഒന്നാമത്തെ കാര്യം, ഇവിടെ മുസ്ലിങ്ങൾ പ്രതികരിച്ചില്ല എന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞു? ഞാൻ ഏതായാലും പറഞ്ഞു. ഞാൻ ഇവിടെ ആരും പറഞ്ഞിട്ട് ഞാനും പറഞ്ഞിട്ടില്ല. അത് നീലക്കുറുക്കൻ അറിയാണ്ടങ്ങ് കൂവിയതാ, വേറെ കുഴപ്പമൊന്നുമല്ല. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.